പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മാർട്ടിൻ ആന്റണിയുടെ അധിക്ഷേപ വീഡിയോയ്ക്കെതിരെ വൈകാരിക പ്രതികരണവുമായി അതിജീവിത. ആക്രമണത്തിനെതിരായി പരാതി നൽകിയതാണോ താൻ ചെയ്ത തെറ്റെന്ന അതിജീവിത ചോദിച്ചു. അന്ന് സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് അന്ന് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണം എന്ന് അറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നുവോ എന്നും സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അതിജീവിത ചോദിച്ചു. താൻ ഇരയല്ലെന്നും അതിജീവിതയാണെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ അതിജീവിതയുടെ വൈകാരിക ഒരു പ്രതികരണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വന്നിരിക്കുന്നത്. എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വൈകാരികപരമായ ഒരു കുറിപ്പാണ് നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത്. ആന്റണി, എന്തായാലും വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിജീവിത പങ്കുവച്ചിരിക്കുന്നത്. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. അന്ന് ഈ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് ഞാൻ പരാതിപ്പെട്ടതാണോ എൻ്റെ തെറ്റ് എന്നുകൂടി ചോദിക്കുമ്പോൾ വളരെ വൈകാരികപരമായിട്ടാണ് ആ കുറിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആന്റണി മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഈ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിന് പിന്നാലെയാണ് ഈ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അതിൽ ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അതിജീവിതക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെയാണ് ഈ മാർട്ടിൻ ആന്റണി ഉന്നയിക്കുന്നത്. മാർട്ടിൻ ആന്റണിയുടെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പല പേജുകളും പലരും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് അതിജീവിത പിന്നീട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അതിൽ ഈ മാർട്ടിൻ ആന്റണിക്ക് എതിരെ അടക്കം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ സൈബർ അധിക്ഷേപം, നടിക്കെതിരായ ഈ സൈബർ അധിക്ഷേപം ഇങ്ങനെ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വൈകാരിക ഒരു പ്രതികരണം അതിജീവിതം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: താൻ എന്താണ് ചെയ്ത തെറ്റ്? ഒരു അക്രമം നടന്നപ്പോൾ അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അതാണോ താൻ ചെയ്ത തെറ്റ് എന്നാണ് സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അതിജീവിത പ്രധാനമായും ചോദിക്കുന്നത്. അന്ന് സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്നുകൂടിയാണ് അതിജീവിത ഈ കുറിപ്പിൽ ചോദിക്കുന്നത്. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് അതിജീവിത. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നുകൂടി അതിജീവിത പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കുറിപ്പിൽ. ഞാനൊരു ഇരയല്ല, ഒരു അതിജീവിതയല്ല, മറിച്ച് ഒരു സാധാരണ മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അതിജീവിത അവസാനിപ്പിക്കുന്നത്. അത്രയും വൈകാരികമായൊരു പ്രതികരണമാണ് ഈ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. താനൊരു സാധാരണ മനുഷ്യനാണ്, തന്നെ ജീവിക്കാൻ അനുവദിക്കൂ, ഇത്തരത്തിലുള്ള താൻ ചെയ്ത തെറ്റെന്താണ്, ഈ പരാതി നൽകിയതാണോ താൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അന്ന് മിണ്ടാതിരിക്കണമായിരുന്നോ, ഇനി മിണ്ടാതിരുന്നതിന് ശേഷം ആ വീഡിയോ ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പരാതി നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് ഉത്തരം പറയാതെ താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്നുകൂടിയാണ് അതിജീവിത ചോദിക്കുന്നത്. അതിരൂക്ഷമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിവൈകാരികമായ ഒരു
പ്രതികരണമാണ് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ മാർട്ടിന്റെ വീഡിയോ, ആ വീഡിയോയെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില പേജുകളിലൊക്കെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒക്കെ ഈ അതിജീവിതയ്ക്കെതിരെ അതിരൂക്ഷമായ അല്ലെങ്കിൽ ഈ അധിക്ഷേപകരമായ തരത്തിലുള്ള പോസ്റ്റുകൾ, പ്രചരണങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പക്ഷേ ഈ അധിക്ഷേപം ഇങ്ങനെ പരിധി വിടുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇപ്പോൾ അതിജീവിത ഈ താൻ എന്താണ് ചെയ്ത തെറ്റ് എന്നുള്ളത്, ഈ പരാതി നൽകിയതാണോ താൻ ചെയ്ത തെറ്റ്, ഒന്നും മിണ്ടാതെ ഇരുന്ന് അവസാനം താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്നുള്ള ചോദ്യത്തിലേക്ക് അതിജീവിത എത്തിയത്. അവർ പറയുന്നത് പോലെ താനൊരു ഇരയല്ല, അതിജീവിതയല്ല, മറിച്ചൊരു സാധാരണ മനുഷ്യനാണ്, തന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിത ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ മാർട്ടിന്റെ വീഡിയോയിൽ ഇതിനോടകം തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെയൊക്കെ പോലീസ് കേസെടുക്കും. അതിനുള്ള നിരീക്ഷണമടക്കം പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം അതുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. അതുതന്നെയാണ് ആന്റണി. എന്തായാലും മാർട്ടിന്റെ ആ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചവർക്കെതിരെയും പോലീസ് കേസെടുക്കും എന്നൊരു സൂചന മുൻപ് നൽകിയിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോയിലാണ് ഇപ്പോൾ നടിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ്, ലെറ്റ് മീ ലീവ് എന്നതാണ് അവർ പറയുന്നത്. ഞാനൊരു ഇരയല്ല, അതിജീവിതയല്ല, പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും വളരെ വൈകാരപരമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഇപ്പോൾ അവർ പങ്കുവച്ചിരിക്കുന്നത്. ജീവിക്കാൻ അനുവദിക്കൂ എന്നതാണ് പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റ് പോലീസിൽ പരാതിപ്പെട്ടതാണോ, അതോ ഇത് പറയാതെ, പുറം ലോകത്ത് പറയാതെ എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്നതാണ് നടിയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ കർക്കശമായ രീതിയിൽ തന്നെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജ്.